അങ്ങനെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നതാണെങ്കിൽ സുൻവു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇവളാണെങ്കിൽ അതൊക്കെ കേട്ട് ആകെ ഷോക്കായിട്ട് നിന്നിട്ട് ഇങ്ങനെ പറയും, നീ ഇതൊക്കെ വെറുതെ പറയുന്നതല്ലേ, എനിക്കെന്തായാലും ഇതിലൊന്നും വിശ്വാസമില്ല എന്നൊക്കെ പറയുമ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും, അന്ന് അവൻ യൂസ് ചെയ്ത അണ്ടർവെയറിൻ്റെ ആ ഒരു കളർ ഞാൻ പറയാം, അപ്പം നിനക്ക് വിശ്വാസമാവോ? വിശ്വാസമായാലും ഇല്ലെങ്കിലും എനിക്കൊന്നുമില്ല എന്നും പറഞ്ഞ് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും, എന്നാലും ആ ഒരു യങ്ജിനെ പറ്റി നീ ഒന്നും ആലോചിച്ചില്ലല്ല, അവനിക്ക് ഈ കാര്യമൊക്കെ അറിയുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും, അന്നൊരു ദിവസം യങ്ജുൻ ആ ഒരു നെറ്റ് കഫേയിൽ കിടന്ന ദിവസം അന്നത്തെ ദിവസമായിരുന്നു എന്നിങ്ങനെ പറയട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ ആ ഒരു കരച്ചിലൊക്കെ മാറിയിട്ട് അകത്തോട്ട് കയറി വരും. അപ്പോൾ അമ്മ ഇങ്ങനെ ചോദിക്കും, എടി എന്താ പറ്റിയത്, അവൾ എന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും, ഒന്നും പറഞ്ഞില്ല, അമ്മയും അച്ഛനും അന്ന പൊക്കോ, സോറി അച്ഛാ ഞാൻ അത്രക്കും റൈസ് ആയതില്ലെന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. എന്തായാലും നിങ്ങൾ പൊക്കോ, ഒരുപാട് ലേറ്റ് ആയില്ലെന്നും പറഞ്ഞ് അവരെ ആണെങ്കിൽ പറഞ്ഞു വിടുന്നുണ്ടാകും. അപ്പോൾ അച്ഛനും എന്തൊക്കെയോ ഒരു സംശയം ഉണ്ടാകും അവരുടെ ഈ ഒരു സ്വഭാവ മാറ്റത്തിൽ. എന്നിട്ട് അങ്ങനെ നമ്മുടെ സുൻവോയും കൊച്ചും ആണെങ്കിൽ വീട്ടിലേക്ക് വരുമ്പോൾ സുൻവോയ്ക്കും എന്തെങ്കിലും ഉണ്ടാക്കി തന്നെ, നിനക്ക് വിശക്കുണ്ടോയെന്ന് വെച്ചിട്ട് അവളാണെങ്കിൽ അവനിക്ക് എന്തൊക്കെയോ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ലിത്തേവനാണ്, അവൻ അങ്ങനെ ഡ്രിങ്ക്സ് കുടിച്ചോണ്ടിരിക്കണേ കേട്ടോ. അപ്പോൾ ഡ്രിങ്ക്സ് കുടിച്ചോണ്ടിരിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കും. സുൻവോ ഇങ്ങനെ മരിക്കാൻ പോയതും അതുപോലെ തന്നെ ആ കൊച്ചിനെ തല്ലിയതൊക്കെ ആലോചിച്ചിട്ട് ഇവനിക്കാണെങ്കിൽ ആകെ പ്രാന്ത് പിടിച്ചിരിക്കണേ കേട്ടോ. എന്നിട്ട് അവനാണെങ്കിൽ ആ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ ആകെ ഒരു മൂകതയായിരിക്കും. എന്നിട്ട് അവനിങ്ങനെ ചോദിക്കും യങ്ജിൻ എന്തെന്ന് വെച്ചിട്ട്. അവനാണെങ്കിൽ യങ്ജിൻ്റെ റൂമിൽ പോകുമ്പോൾ എന്താ യങ്ജിൻ ഉണ്ടാവില്ല. അപ്പോൾ അവനിങ്ങനെ വന്നിട്ട് പറയും, എന്തെവിടെ സംഭവിച്ചത്, യങ്ജിൻ എന്തെന്നൊക്കെ ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ ഇവൻ്റെ അടുത്ത് ചോദിക്കും, നിങ്ങൾ ഒരുമിച്ച് കിടന്നിരുന്നു എന്ന് ചോദിക്കും കേട്ടോ. അപ്പം തന്നെ ഇവനാണെങ്കിൽ ആകെ ഇങ്ങനെ ഷോക്കായിട്ട് പോകും. അപ്പോൾ അവൾ പറയും, നീ സത്യം പറഞ്ഞോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിനക്ക് ക്ഷമിക്കാം, വല്ല കള്ളമാണ് പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതകാലം മുഴുവനും ഞാനത് ക്ഷമിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവനാണെങ്കിൽ ആന്നിങ്ങനെ പറയുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഇവൾക്ക് നല്ല രീതിക്ക് സങ്കടം വരും. എന്നിട്ട് ഇവളിങ്ങനെ പറയുന്നുണ്ടാകും, എന്നോട് നീ അവളെ സ്റ്റോക്കിങ് ചെയ്യണ കാര്യം പറഞ്ഞതും അതുമാത്രമല്ല നിൻ്റെ ഫോണിൽ അവളുടെ ഫോട്ടോ ഉണ്ടായിരുന്നപ്പോഴൊക്കെ ഞാൻ സമാധാനിച്ചു. പിന്നെ അതുമാത്രമല്ല നിൻ്റെ ആ ഒരു ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി വന്നപ്പോഴും ഞാൻ സമാധാനിച്ചു, ആ ഒരു യങ്ജുൻ്റെ അമ്മയാണെന്ന് ഓർത്തിട്ട്. പക്ഷേ ഇതെനിക്ക് അങ്ങനെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തെ ആണെങ്കിൽ നല്ല രീതിക്ക് ചൂടാകും. എന്നിട്ട് പറയും, ഇതെന്താ പറ്റിയതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. അവൾ ഇവിടുന്ന് ഓടിക്കാനുള്ള ട്രിക്കാന്ന് മാത്രം എന്നോട് പറയണ്ടെന്നൊക്കെ പറയുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും, ഒരു തെറ്റ് പറ്റിപ്പോയതാണ്, ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും, ഇതാണോ തെറ്റ്, അന്ന് രാത്രി എൻ്റെ കൊച്ചിന് പാടില്ലാതെ പനിച്ച് വിറച്ച് നിങ്ങൾ വിളിച്ചപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത്, ഏതോ കൂട്ടുകാരൻ്റെ ഒപ്പം ഡ്രിങ്ക്സ് കുടിക്കണമെന്നല്ലേ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് അവളാണെങ്കിൽ നല്ല രീതിക്ക് ചൂടായിട്ട് റൂമിലോട്ട് കയറി പോകുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ കയറിപ്പോയിട്ട് അവൾ നല്ല കരച്ചിലായിരിക്കും. ഇവനിക്കും ഭയങ്കര ഒരു സങ്കടമൊക്കെ ആകും കേട്ടോ. ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ സുൻമോനെയും അതുപോലെ തന്നെ കൊച്ചിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ സുൻവോ ഇങ്ങനെ പറയുന്നുണ്ടാകും, നിനക്ക് നിൻ്റെ അച്ഛനെ മിസ് ചെയ്യുന്ന പോലെ തന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഒരുപാട് സമയം ചെലവാക്കിയതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തിനും ഒരുപാട് മിസ് ചെയ്തിരുന്നു, അതിൽ ഒരു തെറ്റുകൊണ്ട് പറ്റിപ്പോയതാണ്, മോനെന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും, എൻ്റെ സ്കൂളിൽ എല്ലാവരും ഞാൻ കള്ളനാണെന്നും പറഞ്ഞിരിക്കുന്നത്, എനിക്കെന്തായാലും അവിടെ നിൽക്കണ്ട അമ്മേ, നമുക്ക് വേറെ എവിടേക്കെങ്കിലും പോവാന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അമ്മ ഇങ്ങനെ പറയുന്നുണ്ടാകും, നീ എനിക്ക് കുറച്ച് നാൾ സമയം എന്താ, നമുക്ക് എവിടെന്നെങ്കിലും മാറി നിൽക്കാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ലിത്തയാണെങ്കിൽ ഉറക്കൊക്കെ എണീച്ച് വരുമ്പോൾ എന്താ അവളാണെങ്കിൽ ഇവനിക്ക് ഫുഡായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ഇവനാണെങ്കിൽ വെള്ളം കുടിക്കും കേട്ടോ. വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും, നീ എന്താ ഫുഡ് കഴിക്കില്ലെന്ന് വയ്ക്കുമ്പോൾ അവൻ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് നിൽക്കും. അപ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും, ഞാൻ എന്തായാലും അവളെപ്പോലെയൊന്നും അല്ല, എനിക്ക് എൻ്റെ ജനിയാണ് പ്രധാനം, അതുകൊണ്ട് തന്നെ ഞാൻ നിനക്ക് ക്ഷമിക്കാം, പക്ഷെ എനിക്ക് കുറച്ച് സമയം തന്നാൽ മതി എന്നൊക്കെ പറയുമ്പോൾ അവൻ പറയും, ഓക്കെ ഞാൻ നിനക്ക് സമയം തരാമെന്നും പറഞ്ഞ് അവനാണെങ്കിൽ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ടെങ്കിലും അവൾക്കത് ഇഷ്ടപ്പെടാതെ കൊച്ചിൻ്റെ അടുത്തേക്ക് പോകും. അങ്ങനെ ഇവൻ പോണേക്ക് മുന്നേ കൊച്ചിൻ്റെ അടുത്ത് ഇങ്ങനെ ബൈ ഒക്കെ പറഞ്ഞിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ യങ്ജുനും അതുപോലെ തന്നെ സുൻവോ ആണെങ്കിൽ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യണമായിരിക്കും കേട്ടോ. അങ്ങനെ പാക്ക് ചെയ്തിട്ടിരിക്കുമ്പോൾ തന്നെ ഇവൻ ആ ഒരു കട്ടെടുത്ത സാധനങ്ങളൊക്കെ ആണെങ്കിൽ അവൻ തിരിച്ചു കൊടുക്കാന്നുള്ള ഭാവത്തിലെടുക്കും. ആ ഒരു സമയത്ത് തന്നെ അങ്ങടേക്കാണെങ്കിൽ ലിത്തയെ വരും കേട്ടോ. അപ്പോൾ ലിത്തയെ വരുമ്പോൾ തന്നെ ഇവനാണെങ്കിൽ അമ്മയുടെ അടുത്ത് പറയുന്നതാകും, എനിക്ക് എന്തായാലും അച്ഛനെ കാണണ്ട എന്നുള്ള കാര്യം പറയുമ്പോൾ സുൻവോ ആണെങ്കിൽ വാതിൽ തുറന്നിട്ട് ചോദിക്കും, എന്തിനാ വന്നേ, എന്ത് കാര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ അവളെ തട്ടി മാറ്റിയിട്ട് നമ്മുടെ യങ്ജിൻ്റെ അടുത്തോട്ട് വരും കേട്ടോ. അപ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും, നിങ്ങൾ എന്തായാലും യങ്ജിൻ്റെ അടുത്തോട്ട് പോകണ്ട, അവനിക്ക് നിങ്ങൾ കാണണ്ടെന്ന് പറഞ്ഞെന്നൊക്കെ പറയുമ്പോൾ തന്നെ അവിടെയാണെങ്കിൽ അവനുണ്ടാകും. അപ്പോൾ ഇവനിങ്ങനെ പറയും, യങ്ജു നീ താഴോട്ട് വാ, നമുക്ക് സംസാരിക്കാം, നമുക്ക് നേരിട്ട് സംസാരിക്കാം, നീ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ യങ്ജുൻ ഇങ്ങനെ പറയുന്നുണ്ടാകും, എനിക്കെന്തായാലും അച്ഛനെ ഇനി കാണണ്ട, എന്തായാലും ഇവിടുന്ന് പൊക്കോ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അച്ഛനെങ്ങാനും പിന്നെയും എൻ്റെ അടുത്തോട്ട് വരികയാണെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കുമെന്നും പറഞ്ഞ് അവനാണെങ്കിൽ റൂമിൽ കയറി ഇരിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അവളിങ്ങനെ പറയും, ഇനിയെങ്കിലും പൊക്കൂടെ, ഇവിടെ വെച്ചും എല്ലാം തീർന്നില്ല എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇവനാണെങ്കിൽ അവളെ പിടിച്ചോണ്ട് പോകും കേട്ടോ. എന്നിട്ട് പറയും, ഇതൊക്കെ നിൻ്റെ പ്ലാനല്ലേ, ശരിക്കും പറഞ്ഞാൽ എന്നെ ദാക്യോങ് വെറുക്കാനുള്ളൊരു പ്ലാനല്ലേ, നീ എന്തിനാ ദാക്യോങ്ങിൻ്റെ അടുത്ത് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞത്, അതുമാത്രമല്ല യങ്ജുനും ഇപ്പം എന്നെ വെറുക്കുന്നത് നീ കാരണമല്ലേ എന്നൊക്കെ പറയുമ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും, ഞാൻ നിന്നെ കൊച്ചിനെ നല്ല രീതിക്ക് നോക്കാനല്ലേ പറഞ്ഞത്, എന്നിട്ട് നീ എന്തിനെ കൊച്ചിനെ
തല്ലിയതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നല്ല രീതിക്ക് ഷൗട്ട് ചെയ്യും കേട്ടോ. എന്നിട്ട് പറയും ഇനി മേലെ നീ എൻ്റെ കൊച്ചിനെ നോക്കണ്ട, ഞാൻ നോക്കിക്കോളാം എൻ്റെ കൊച്ചിനെ എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും നീ എന്തൊക്കെ ചെയ്തിട്ടും ഒരു കാര്യമില്ല, ദാക്യോങ്ങൊന്നും നീ വിചാരിക്കുന്ന പോലെയല്ല, അവൾ എനിക്ക് ക്ഷമ തന്നു, നിന്റെ പോലെ ഒന്നുമല്ല, നിനക്ക് നല്ല കുറ്റബോധം ഉണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും നിനക്കത് ഉറപ്പുണ്ടോ അവൾ ആ ഒരു ക്ഷമ തന്നെന്നുള്ള കാര്യം എന്നൊക്കെ പറയുമ്പോൾ അവനിങ്ങനെ പറയും അവളെനിക്ക് ക്ഷമിക്കും, നിന്നെ കൂട്ടൊന്നും അല്ലാന്നും പറഞ്ഞ് ഇവൻ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ നമ്മുടെ സുൻവു അങ്ങനെ പറയുന്നുണ്ടാകും ഈ പോണത് അങ്ങ് പൊക്കോളണം, പിന്നെ തിരിച്ച് യങ്ജുനെ അന്വേഷിച്ച് വരാൻ നിൽക്കണ്ട, ഞങ്ങളെ ശല്യം ചെയ്യണമെന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ അവളിങ്ങനെ മുറുക്ക് പിടിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ടാകും അത് പറയാൻ നീ ആരാ, യങ്ജുൻ എൻ്റെ മകനാ, തിരിച്ച് ഞാൻ വരികയും ചെയ്യും അവനെ കൊണ്ട് പോവുകയും ചെയ്യുമെന്നും പറഞ്ഞ് അവനാണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ അവിടെ തിരിഞ്ഞ് നോക്കുമ്പോൾ എന്താ ആ ഒരു ചെയർമാൻ്റെ ഒരു ചാരനായിട്ടുള്ള പുള്ളിക്കാരനുണ്ടാകും, എപ്പോഴും ഇവനെ ഫോളോ ചെയ്യുന്ന ആ ഒരു പുള്ളിക്കാരനില്ലേ, ഇവളാണെങ്കിൽ അവൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടാകും എനിക്ക് ചെയർമാനെ മീറ്റ് ചെയ്യണമെന്ന് പറയാൻ പറയും കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ അങ്ങനെ ചെയർമാനെ മീറ്റ് ചെയ്യും. എന്നിട്ട് ഇവളിങ്ങനെ ചോദിക്കുന്നുണ്ടാകും നിങ്ങൾ എത്ര നാളിങ്ങനെ ആ ഒരു ലിത്യയുടെ പുറകെ ഇങ്ങനെ നടക്കും, ലിത്യോനെ എത്ര നാൾ നിങ്ങൾ ഫോളോ ചെയ്യുന്നൊക്കെ ചോദിക്കുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും എൻ്റെ മകളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ അതൊക്കെ ചെയ്യുമെന്ന് പറയുമ്പോൾ അവൾ പറയും അപ്പം നിങ്ങളുടെ മകൾ ഇപ്പോൾ സന്തോഷത്തിലല്ലേ, നിങ്ങളുടെ മകളുടെ ആ ഒരു ആഗ്രഹം എന്തായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അയാളിങ്ങനെ പറയുന്നുണ്ടാകും എൻ്റെ മകൾക്ക് ഇങ്ങനെ ഓരോ സ്ഥലത്ത് ട്രാവൽ ചെയ്തിട്ട് അവിടുത്തെ കൂടുതൽ ആർട്ട് ഗാലറീസ് ഒക്കെ നോക്കി കണ്ട് ഇഷ്ടപ്പെട്ട് നിൽക്കുന്നതാണ് അവളുടെ ഇഷ്ടം എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും അവൾക്കിപ്പോൾ അത്ര പ്രായമൊന്നുമില്ലല്ലോ, ഈ ഒരു ചെറിയ പ്രായത്തിലും ഒരു സെക്കൻഡ് വൈഫിൻ്റെ സ്ഥാനമല്ല അവൾക്കുള്ളത്, ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് അവളെപ്പറ്റി, ശരിക്കും പറഞ്ഞാൽ അവൾ ഇതിൽ നിന്ന് രക്ഷിക്കേണ്ടത് നിങ്ങളല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ആ ഒരു അമ്മയാണെങ്കിൽ അവളെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ടാകും എടി നീ വല്ലതും അറിഞ്ഞിരുന്നോ, സുൻവോ ഈ ഗോസാനിന്ന് പോവാൻ പോണേണ്, അവളുടെ വീട് ഇതേ വിൽക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ടാകും കേട്ടോ. അപ്പം അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ പറയും നമ്മൾ ചെയ്യുന്നത് നല്ല തന്നെയാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. എന്നിട്ട് നമ്മുടെ യങ്ജനാണെങ്കിൽ അവൻ കട്ടുകൊണ്ട് വന്ന സാധനങ്ങളൊക്കെ ആണെങ്കിൽ ആ ഒരു കൂട്ടുകാരിക്ക് കൊടുത്തിട്ട് പറയും നീ എല്ലാവരോടും ക്ഷമ ചോദിക്കണം, ഇത് നീ എല്ലാവർക്കും കൊടുക്കണം, പിന്നെ എന്നോട് ക്ഷമിക്കണം, നിന്നെ ആ ചീത്ത പറഞ്ഞില്ലെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയും പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ വേറെ സ്ഥലത്തോട്ട് പോവാന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അവളിങ്ങനെ ചോദിക്കും നീ എങ്ങടേക്കാ പോണത്, പിന്നെ അത് മാത്രമല്ല എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇങ്ങനെ തടഞ്ഞതും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളായിട്ട് പുറകെ നടന്നതും എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ ഒന്നും പറയാതെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോരുന്നുണ്ടാകും. അങ്ങനെ നമ്മുടെ സുൻവോയുടെ കൂടെ പോന്ന് തിരിച്ച് വരുന്നുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലാണെങ്കിൽ നല്ല രീതിക്ക് പേഷ്യൻസ് കുറവാണ്. അപ്പോൾ ഒരു ചീഫ് ഇങ്ങനെ ചോദിക്കുന്നുണ്ടാകും എന്ത് ഇത്ര പേഷ്യൻസ് കുറവെന്നൊക്കെ പറയുമ്പോൾ സിസ്റ്റർ ഇങ്ങനെ പറയും അത് ഡോക്ടർ സുൻവോയുടെ പേഷ്യൻസൊക്കെ ഒരുപാട് പേര് ഇവിടുന്ന് പോയി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ അവർക്ക് സുൻവോ തിരിച്ചെപ്പോഴാണ് വന്നേന്ന് പോലും അറിയുന്നുണ്ടാവില്ല. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ദാക്യോങ് ആണെങ്കിൽ ആ ഒരു ബ്രോക്കറിൻ്റെ ഒപ്പം ആണെങ്കിൽ അവൾ ആ ഒരു സുൻവോയുടെ വീട് കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ അവൾ റൂമൊക്കെ കാണും, അവിടെ ഫോട്ടോസൊക്കെ ഉണ്ടാവും കേട്ടോ. ആ ഒരു സമയത്തേക്ക് അങ്ങടേക്ക് ഏറിമ വരുമ്പോൾ പെട്ടെന്ന് തന്നെ അവൾ ആ സ്റ്റെയർ ഇറങ്ങി വരുമ്പോൾ എന്താ ഏറിമ ദാക്യോങ്ങിനെ കണ്ടിട്ട് അവർ തമ്മിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏറിമ ഇങ്ങനെ പറയുന്നുണ്ടാകും നീ എന്താ അവൾ പോയോന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് വന്നാണെന്ന് നോക്കുമ്പോൾ അവൾ പറയും അതൊന്നും അല്ല എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും നീ എത്ര ചിന്തിച്ചിട്ടും ഒരു കാര്യമില്ല, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലീത്തയ്ക്ക് സുൻവോ അങ്ങനെ എളുപ്പം മറക്കുന്ന ഒരാളൊന്നും അല്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അത് മാത്രമല്ല അതേ സുൻവോ എനിക്ക് ഒരു സെക്യൂരിറ്റിയുടെ ഫുട്ടേജ് കാണിച്ചിട്ടുണ്ട്, നീ നോക്കുന്നും പറഞ്ഞ് അവളുടെ കൊടുക്കുമ്പോൾ ഇവക്കാണെങ്കിൽ ഇതൊക്കെ കണ്ട് ആകെ സങ്കടം വന്നിട്ട് അവൾ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടാവും കേട്ടോ. അപ്പം തന്നെ ആ ഒരു ബ്രോക്കർ അകത്തോട്ട് വരുമ്പോൾ എറിയുമ പൈസ കൊടുക്കുന്നുണ്ടാകും. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു നാടകമായിരിക്കും, ആ ഒരു ദാക്യോങ്ങിനെ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. എന്നിട്ട് അവൾ തിരിച്ച് വന്ന വഴിക്കും നല്ലൊരു സങ്കടമായിരിക്കും കേട്ടോ, ഈ ഒരു ലിത്തയോ ഇപ്പോഴും ആ ഒരു സുൻവോനെ മറന്നിട്ടില്ല എന്ന് ഓർത്തിട്ട്. അങ്ങനെ കാണിക്കുന്നതാണെങ്കിൽ ആ ഒരു അമ്മയും മോനും ആണെങ്കിൽ വേറൊരു സ്ഥലത്ത് വന്നിട്ട് സ്റ്റേ ചെയ്യണമായിരിക്കും. അപ്പോൾ അമ്മ ഇങ്ങനെ പറയും നമുക്ക് എവിടെ വേണമെങ്കിലും ട്രിപ്പ് പോവാന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. നിനക്ക് തിരിച്ച് പോകേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, അതേപോലെ നമുക്ക് ചെയ്യാം, ഇനി മൊത്തം നിൻ്റെ ഇഷ്ടപ്രകാരമാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ ഏറിമനെയും ഹസ്ബൻഡിനെയാണ്. അപ്പോൾ അവനാണെങ്കിൽ കോഫിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവരെങ്ങനെ സിനിമ കാണുമ്പോൾ അവനിങ്ങനെ ചോദിക്കും ഞാൻ ഇന്ന് ഇവിടെ കിടന്നോട്ടെ എന്ന് നോക്കുമ്പോൾ അവൾ പറയും ഇപ്പം വേണ്ട പിന്നെ മതി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവനാണെങ്കിൽ ആ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഏറിമനാണെങ്കിൽ എന്തോ അങ്ങ് സെറ്റ് ആവുന്നില്ല ആ ഒരു ഹസ്ബൻഡിനെ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ ആ ഒരു ദാക്യോങ്ങിനെയാണ്. ദാക്യോങ് ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് സുൻവോനെ പറ്റിയൊക്കെ ആലോചിച്ചിട്ട് അവിടെ ഇരിക്കുമ്പോൾ അങ്ങടേക്ക് ഹസ്ബൻഡ് വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടാകും നിനക്ക് നൂഡിൽസ് വേണോ, ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോവാന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും വേണ്ട നീ കഴിച്ചോളാന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അങ്ങനെ അവനൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ അവനക്കൊരു തൃപ്തി ഉണ്ടാവില്ല. അപ്പോഴേക്കും അവൾ അങ്ങടേക്ക് വന്നിട്ട് കിംച്ചി എടുത്ത് കൊടുക്കുമ്പോൾ അവനാണെങ്കിൽ ഇങ്ങനെ ഫുഡ്
കഴിക്കട്ടോ. അതൊന്നും അവൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ സുൻവോയാണെങ്കിൽ യങ്ജുൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ടാകും, നീ ഇഷ്ടപ്പെട്ട സ്കൂള് തിരഞ്ഞെടുത്തോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവനിങ്ങനെ പറയും, എല്ലാ സ്കൂളും ഒരേപോലെ അല്ലേ, അമ്മ ഹോസ്പിറ്റലിൽ നോക്കുന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ പറയും, നമുക്കെന്നാ സോളിൽ നോക്കിയാലോ എന്നും പറഞ്ഞ് അവൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണായിരിക്കും. ആ ഒരു സമയത്ത് അവനിങ്ങനെ പറയുന്നുണ്ടാകും, അമ്മക്ക് ആരെങ്കിലുമൊക്കെ ഡേറ്റ് ചെയ്തൂടെ, അമ്മ വേണമെങ്കിൽ ഡേറ്റ് ചെയ്തോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും, നിനക്ക് എന്താ ആ ഒരു ഡോക്ടർ കിമ്മിനെ ഇഷ്ടമല്ലാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവനിങ്ങനെ പറയും, ആളത്ര പോരാ, ഞാൻ വിചാരിക്കണ പോലെ ഒന്നും അല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കൂട്ടോ. ആ ഒരു സമയത്ത് തന്നെ ഇവളുടെ ഫോണിലേക്കാണെങ്കിൽ ആ ഒരു ഡോക്ടർ കിമ്മ് മെസ്സേജ് ചെയ്തിട്ടുണ്ടാകും, യങ്ജുൻ ഇപ്പം എങ്ങനെയുണ്ട്, നിങ്ങൾ ഓക്കെ ആണോ, നിങ്ങൾ എവിടെയാണെന്നൊക്കെ ഒരു മെസ്സേജ് ഉണ്ടാകും. അപ്പം തന്നെ ഇവളാണെങ്കിൽ അവനെ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയും, ഞങ്ങൾ ഞങ്ങളുടെ ആ ഒരു ഫ്യൂച്ചർ പ്ലാനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചൊക്കെ നിൽക്കൂട്ടോ. അപ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും, നീ അടുത്ത് എവിടെ പോയാലും എന്നോടൊന്ന് ജസ്റ്റ് പറഞ്ഞേക്കുന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാവും കേട്ടോ. എന്നിട്ട് യങ്ജുൻ്റെ കൂട്ടുകാരിയാണെങ്കിൽ അവനിക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ടാകും, എടാ ഇവർക്കൊന്നും വേറെ സീനൊന്നുമില്ല, നീ തിരിച്ചു വാ, എല്ലാവരും ഓക്കെ ആണെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. എല്ലാവരും പറഞ്ഞു നീ ക്ഷമയൊന്നും ചോദിക്കണ്ട എന്നുള്ള കാര്യം എന്നൊക്കെ പറയുമ്പോൾ അവനിക്ക് എന്തോ ഒരു ആശ്വാസമാകും കേട്ടോ. എന്നിട്ട് ദാക്യോങ് ആണെങ്കിൽ കിടന്നുറങ്ങുമ്പോൾ അവൾക്ക് എന്ത് ചെയ്ത് ഉറക്കം വരുന്നുണ്ടാവില്ല. എന്നിട്ട് ഈ ദാക്യോങ് ആണെങ്കിൽ നമ്മുടെ സുൻമോനെ വിളിച്ചിട്ട് അവരെങ്ങനെ മീറ്റ് ചെയ്യുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ ദാക്യോങ് ഇങ്ങനെ പറയും, എന്തായാലും യങ്ജുൻ്റെ ഉള്ള പൈസ ഞങ്ങൾ മാസാമാസം അങ്ങോട്ടേക്ക് അയച്ചേക്കാം, നീ എന്തായാലും ലിത്തയോടത്തൊന്നും വരാൻ നിൽക്കണ്ട, യങ്ജുൻ്റെ പേരും പറഞ്ഞെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും, ഞാനല്ലെങ്കിലും വരാനൊന്നും നിൽക്കുന്നില്ല, നീ എന്തിനാ യങ്ജുൻ്റെ പേരും പറഞ്ഞ് നീ ഇങ്ങോട്ട് വന്നത് കാണാൻ, എന്താണെന്ന് വെച്ചാൽ പറയാന്നൊക്കെ പറയുമ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും, ഒരു ദിവസം പാർത്തെന്ന് ഓർത്തിട്ട് അതൊന്നും അത്ര വലിയ കുറ്റമൊന്നുമല്ല, ഞാനത് അങ്ങനെ കാണുന്നുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും, നീ അങ്ങനെയാണ് കാണുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഞാൻ നിന്നോട് വേറൊരു കാര്യം പറഞ്ഞേക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു വോയിസ് കേൾപ്പിച്ച് കൊടുക്കൂട്ടോ. അതൊരു പാട്ടായിരിക്കും. അപ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും, ഇതിലത്തേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ്, ഈ പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് അവൻ എന്നോട് ഇഷ്ടമാണെന്നുള്ള കാര്യം പറഞ്ഞത്, ഞാൻ നിന്നെ നമ്മുടെ മകനെ നല്ല രീതിക്ക് നോക്കാന്നുള്ള കാര്യമൊക്കെ അവൻ എന്നോട് അന്ന് പറഞ്ഞിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. എന്നിട്ട് പറയും, നീ എന്നെ ഫോളോ ചെയ്യ്, ഇതിൽ വിശ്വാസം വന്നില്ലെങ്കിൽ ഞാൻ തെളിയിച്ചു തരാമെന്നും പറഞ്ഞ് ആ ഒരു ഡോക്യുമെൻ്റ് എടുത്ത് അവളുടെ വീട്ടിലേക്ക് ഫോളോ ചെയ്ത് വരാൻ പറയട്ടോ. എന്നിട്ട് ഇവളാണെങ്കിൽ ആ ഒരു റൂമിലത്തെ ആ ഒരു സാധനങ്ങളൊക്കെ കൊടുക്കൂട്ടോ, ഇങ്ങനെ ഡ്രസ്സും അതേപോലെ തന്നെ പെർഫ്യൂംസും ആ ഒരു ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുക്കും. എന്നിട്ട് പറയും, ഇതൊക്കെ സെയിം തന്നെയാണ് നിൻ്റെ വീട്ടിലുള്ളത്, നിൻ്റെ വീട്ടിൽ കണ്ടപ്പോഴാണ് ഞാനിത് വല്ലാതെ അങ്ങ് ആശ്ചര്യപ്പെട്ടതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും, നീ വെറുതെ ഇങ്ങനെ കള്ളം പറയേണ്ട ആവശ്യമൊന്നുമില്ല, നീ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഇതൊക്കെ മേടിച്ച് വെച്ചതല്ലേ എന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും, നിനക്കപ്പോൾ വിശ്വാസം വന്നില്ല അല്ലേ, അന്ന് ഇങ്ങോട്ട് വാന്നും പറഞ്ഞ് അവളെ വിളിച്ചുകൊണ്ടും പോയിട്ട് അവളുടെ പഴയ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കും കേട്ടോ. എന്നിട്ട് ഇവളിപ്പോൾ ഇട്ടിരിക്കുന്ന ആ ഒരു ഡ്രസ്സ് തന്നെ ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. എന്നിട്ട് അവളിങ്ങനെ പറയുന്നുണ്ടാകും, ശരിക്കും എൻ്റെ ഒരു പകർപ്പാണ് നീ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ, നിൻ്റെ ആ ഒരു കല്യാണ ഡ്രസ്സും ഈ സാധനങ്ങളും പെർഫ്യൂമൊക്കെ അവനല്ലേ നിനക്ക് മേടിച്ചു തന്നത്, അവന് വേറൊന്നുമല്ല, എൻ്റെ വേറൊരു വേർഷൻ വേണം, അത് തന്നെയാണെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവക്കാണെങ്കിൽ വല്ലാത്തൊരു സങ്കടം വന്നിട്ട് ഇവള് താഴേക്ക് അങ്ങ് ഓടി വരുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും, നീ എന്നെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ലിത്തിയോ അത്രയ്ക്ക് പെട്ടെന്നൊന്നും എന്നെ മറക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ രാവിലെ തന്നെ ആകുമ്പോൾ ലിത്തിയോ അവൻ്റെ പുതിയ ആ ഒരു കഥയുടെ സ്ക്രിപ്റ്റൊക്കെ ഇങ്ങനെ അടിച്ചു വെച്ചിട്ട് ഇവനാണെങ്കിൽ നമ്മുടെ പെങ്കൊച്ചെടുത്ത് വന്നിട്ട് പറയും, ഇന്ന് സ്ക്രിപ്റ്റ് വായിക്കാൻ ആൾ വരും, ഇന്ന് എന്തായാലും സെറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് ഡിന്നർ കഴിക്കാമെന്നും പറഞ്ഞ് അവനാണെങ്കിൽ സന്തോഷിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോരും കേട്ടോ. എന്നിട്ട് സ്ക്രിപ്റ്റൊക്കെ കാണിച്ചെടുക്കുമ്പോൾ ആ പുള്ളി അതൊക്കെ മേടിച്ചിട്ട് പോകും. എന്നിട്ട് ബില്ലടക്കാൻ പോകുമ്പോൾ എന്താ ഇവൻ്റെ കാർഡ് ഡിക്ലൈൻ ആകും കേട്ടോ. അപ്പോൾ ഇവൻ ഓർക്കുമ്പോൾ എന്തായിരിക്കും ഡിക്ലൈൻ ആയി എന്നൊക്കെ ഓർത്തിട്ട് ഇവൻ പൈസ കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു യങ്ജുൻ്റെ കൂട്ടുകാരൻ്റെ അച്ഛനാണെങ്കിൽ അങ്ങടേക്ക് വരും. അപ്പോൾ ഇവനിങ്ങനെ ചോദിക്കും, സ്പോൺസർഷിപ്പ് എങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവനിങ്ങനെ പറയും, ആ അതൊക്കെ അങ്ങനെ പോകുന്നുണ്ട്, എന്തായാലും നിനക്ക് വഴിയെ മനസ്സിലാവും എന്നിങ്ങനെ പറഞ്ഞ് പുള്ളിക്കാരനൊക്കെ പോകട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ആ ഒരു സ്പോൺസർഷിപ്പിൽ നിന്ന് ആ ഒരു ചെയർമാന് പിന്മാറിയിട്ടുണ്ടാകും കേട്ടോ. അപ്പം തന്നെ ഇവനാണെങ്കിൽ ഇവൻ്റെ ഓഫീസിലേക്ക് വരുമ്പോൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് ഇവനിങ്ങനെ ചോദിക്കും, എന്തിനാ എൻ്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യണമെന്നൊക്കെ ചോദിക്കുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും, നിനക്ക് അവസാനമായിട്ട് ഭാര്യയും കൊച്ചിനെയും കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയി കണ്ടോളാനൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഇവനാണെങ്കിൽ നേരെ വീട്ടിലേക്ക് വരുമ്പോൾ എന്താ അവിടുത്തെ സാധനങ്ങളൊക്കെ മാറ്റണമായിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു അച്ഛനും ഉണ്ടാകും. അപ്പോൾ ആ പുള്ളിക്കാരാണെങ്കിൽ ഇവൻ്റെ സാധനങ്ങളൊക്കെ എറിഞ്ഞിട്ട് പറയും, ഇനി മേലിൽ ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് വരണമെന്നൊക്കെ പറയുമ്പോൾ അവനിങ്ങനെ പറയും, എന്താ അച്ഛാ പറ്റിയത്, ഞാനെന്നൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ പറയും, നീ എന്നെ അച്ഛാന്ന് വിളിക്കണമെന്ന് പറയുമ്പോൾ അവൻ അച്ഛാന്ന് പറഞ്ഞ് പിന്നെയും ചെല്ലുമ്പോൾ എന്താ ഈ പുള്ളിക്കാരാണെങ്കിൽ അവനൊരു അടിയങ്ങ് കൊടുക്കും കേട്ടോ. ആ ഒരു സമയത്ത് ഈ ഒരു നമ്മുടെ ദാക്യോങ് വീട് പൂട്ടി ഇറങ്ങുമ്പോൾ എന്താ ഇവനിങ്ങനെ ചെന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടാകും, നീ എന്നോട് ക്ഷമിക്കാന്ന് പറഞ്ഞല്ലേ, പിന്നെ എന്താ നീ എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിക്കണേന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും, നിനക്ക് ഇപ്പോഴും സുൻമോനെ മറക്കാൻ പറ്റിയിട്ടില്ല അല്ലേ, നിനക്ക് സുൻമോന് പകരമായിട്ട് സുൻമോനെ പോലത്തെ ഒരാളാണല്ലേ വേണ്ടത്, എനിക്കെന്തായാലും അങ്ങനെയൊന്നും പറ്റില്ല, നിങ്ങളെന്തായാലും അവളുടെ അടുത്തേക്ക് പൊക്കോളാൻ പറഞ്ഞ്
അവളാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ ഇവൻ നോക്കുമ്പോൾ എന്താ സുൻവു അവിടെ എല്ലാം കണ്ടോണ്ട് നിൽക്കുന്നുണ്ടാകും. അപ്പോഴേക്കും അവൻ അങ്ങോട്ടേക്ക് വന്നിട്ട് വണ്ടി തുറക്കാൻ പറയും കേട്ടോ. എന്നിട്ട് ഇവനിങ്ങനെ പറയുന്നുണ്ടാകും, നീ എല്ലാം നശിപ്പിച്ചില്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവളെ ഇങ്ങനെ ചീത്ത പറയുമ്പോൾ തന്നെ ഇവളാണെങ്കിൽ വണ്ടി എടുത്ത് അങ്ങ് പോകും. ആ ഒരു സമയത്ത് യങ്ജുനാണെങ്കിൽ ഇവളെ വിളിക്കും കേട്ടോ. വിളിച്ചിട്ട് പറയും, അമ്മ വരാറായോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, ആ ഞാൻ വരാറായി എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. എൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞെന്ന് പറയുമ്പോൾ അവൻ പറയും, അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ അമ്മ പറഞ്ഞു തീർത്തോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പെട്ടെന്ന് തന്നെ വണ്ടിയും കൊണ്ട് തിരിച്ച് ആ ഒരു ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോകും. എന്നിട്ട് അവളിങ്ങനെ പറയുന്നുണ്ടാകും, നീ വേണമെങ്കിൽ ഈ പൈസക്ക് ഹോട്ടൽ റൂം എടുത്തോ, അത് മാത്രമല്ല ഞാൻ വേണമെങ്കിൽ വാടക കൊടുത്തോളാം, ഒരു സ്റ്റുഡിയോ എടുത്തോ എന്നൊക്കെ പറയുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും, നീ ഒറ്റൊരുത്തി കാരണമാണ് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, നിന്നെ മീറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ എൻ്റെ ലൈഫ് നല്ലതായിരുന്നേനെ എന്നൊക്കെ പറയുമ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും, നീ ഒറ്റൊരുത്തൻ കാരണമല്ലേ നിൻ്റെ ലൈഫ് ഇങ്ങനെയൊക്കെ കൊളായത്, എന്നിട്ട് നീ എന്നെ പറയണമെന്നൊക്കെ ചോദിക്കൂട്ടോ. അപ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും, നീ ഇത്രയ്ക്ക് മോൺസ്റ്ററായിട്ടുള്ള ഒരാളാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, പക്ഷേ യങ്ജുനൻ അറിയാം എന്തുകൊണ്ടാണ് ഞാൻ നിന്നെ തല്ലിയെന്നുള്ള കാര്യം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അവനിങ്ങനെ പറയും, നീ നോക്കിക്കോ, കുറേ കാലം കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ യങ്ജുൻ്റെ അടുത്ത് വന്ന് പറയും നിൻ്റെ തനി സ്വഭാവം എന്താണെന്നുള്ള കാര്യം എന്നൊക്കെ പറയുമ്പോൾ ഇവൾക്ക് ഒട്ടും ഇഷ്ടപ്പെടാതെ ഇവളാണെങ്കിൽ ആ ഒരു വണ്ടിയും കൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടാകും. എന്നിട്ട് ലിത്തയോ ആണെങ്കിൽ ആ താഴെ കിടക്കുന്ന പൈസയൊക്കെ അവൻ എടുക്കുന്നുണ്ടാവും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷമാണ്. അപ്പോൾ അവിടെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഓരോന്നും പറഞ്ഞു നടക്കും, നമ്മുടെ ആ ഒരു ദാക്യങ്ങൊക്കെ ഈ ഒരു നാട് വിട്ടു പോകുന്നുള്ള കാര്യമൊക്കെ അവിടെയൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടാവും കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ ഒരു സുൻവു ആണെങ്കിൽ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് അധികം ആൾക്കാരുണ്ടാവില്ല. അപ്പോൾ അവൾ കൂട്ടുകാരിയൊക്കെ പറയും, ഇടി എത്ര നാളെ കണ്ടിട്ട് നിനക്ക് തിരിച്ച് വന്ന എന്താ, നിൻ്റെ അവിടെ ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കണേ എന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും, ഞാൻ ആലോചിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ തന്നെ യങ്ജുൻ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ടാകും, അമ്മ എപ്പോഴാണ് വന്നേന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ വരാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. ആ ഒരു സമയത്ത് ഇവളിങ്ങനെ പറയും, ആ ഒരു കൂട്ടുകാരി പറയും, ലിത്തയുടെ കാര്യം ഇപ്പോൾ ഭയങ്കര കഷ്ടമാണ്, അവനെന്തോ ബാറിൽ തല്ലുണ്ടാക്കിയെന്നൊക്കെ കേട്ടിരുന്നു, നീ അവനെ അന്വേഷിക്കല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും, ഞാൻ എന്തിനാ അന്വേഷിക്കുന്നത്, അവൻ്റെ കാര്യം അവൻ തീർക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കൂട്ടോ. അങ്ങനെ സുൻവു ആണെങ്കിൽ വീട്ടിലേക്ക് വന്നിട്ട് യങ്ജുനെ നോക്കുമ്പോൾ യങ്ജുന ഉണ്ടാവില്ല. അപ്പോൾ അവിടെയാണെങ്കിൽ ഒരു പേപ്പർ ഉണ്ടാവും കേട്ടോ, ലിത്തയോ എഴുതിയതായിരിക്കും, യങ്ജുനെയും കൊണ്ട് ഞാൻ പോവാന്നുള്ളൊരു കത്തായിരിക്കും കേട്ടോ അത്. അപ്പോൾ അവളത് കണ്ട് വല്ലാതെ അങ്ങ് ഷോക്കായിട്ട് നിൽക്കും. അപ്പോൾ ഇതോടെയാണ് എപ്പിസോഡ് 15 തീരുന്നത്. ഇനി ഒരു എപ്പിസോഡും കൂടെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.